അധ്യക്ഷ പ്രസംഗത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവിയെ ക്ഷണിക്കുകയാണ്. ഞക്കനാൽ SPM UPSൻ്റെ 72ാമത് വാർഷികാഘോഷവും ഇവിടുത്തെ പ്രഥമാധ്യാപികയായ അമ്പിളി ടീച്ചറും അതുപോലെ തന്നെ ഗിരിജ ദേവി ടീച്ചറുടെയും യാത്രയയപ്പ് ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനം ചെയ്തു പോയ കരുനാഗപ്പള്ളിയുടെ ബഹുമാന്യനായ MLA ശ്രീ CR മഹേഷ് അവർകൾ, സ്വാഗതം ആശംസിച്ച സ്റ്റാഫ് സെക്രട്ടറി ശാലിനി, മുഖ്യപ്രഭാഷണം നടത്താനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ റിട്ടയർഡ് ജയിൽ DIG ശ്രീ സന്തോഷ് സുകുമാരൻ, ഉപഹാര സമർപ്പണം നടത്തുന്ന AEO കരുനാഗപ്പള്ളി ശ്രീ അജയ്കുമാർ സാർ, ആശംസകൾ അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ട് പോയ ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ശ്രീ N കൃഷ്ണകുമാർ, ഇവിടെ എത്താമെന്ന് അറിയിച്ചിരുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശ്രീലത പ്രകാശ്, 6ാം വാർഡിൻ്റെ മെമ്പർ ശ്രീമതി ഇന്ദുലേഖ രാജേഷ്, 10ാം വാർഡ് മെമ്പർ ശ്രീ ശരത് കുമാർ പാട്ടത്തിൽ, മുൻ ഹെഡ് മിസ്ട്രസ് SPM UPS ശ്രീമതി ജയശ്രീ ടീച്ചർ, PTA പ്രസിഡൻറ്റ് ശ്രീ ബിനീഷ് ലാൽ, നേതാജി ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ശ്രീ P ജഗന്നാഥ് സാറ്, ജില്ലയുടെ സെക്രട്ടറി ശ്രീ രജീന്ദ്രൻ സാറ്, അതുപോലെ ഭാരതത്തിൻ്റെ സെക്രട്ടറി ശ്രീ K മോഹനൻ, ശ്രീ ജയഭാരത് ഗ്രന്ഥശാലയുടെ ശ്രീ ജയകുമാർ അടക്കം ഈ വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ ഗുരുനാഥന്മാരടക്കം ഈ വേദിയിലുണ്ട്. ഞാൻ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് ഞാനിന്ന് ഈ വേദിയിൽ ഇവിടെ നിൽക്കുന്നത്. ഇന്നത്തെ യാത്രയയപ്പ് ചടങ്ങ് നടത്തുന്ന ശ്രീ അമ്പിളി ടീച്ചറും ഗിരിജ ടീച്ചറും, അമ്പിളി ടീച്ചർ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പെട്ടെന്ന് വിളിക്കുകയും നമ്മളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്തു വരികയാണ്. എൻ്റെ ഈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഓടി നടന്ന ആ ഒരു മുറ്റം, ഈ ഹാള് നമ്മുടെ ഈ വേദി ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡ്രില്ല് എൻ്റെ സ്ഥലമായിരുന്നു ഇവിടെ മൈതാനത്ത്. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു രംഗമൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ അധ്യാപകർ ഇവിടെ ഇരിപ്പുണ്ട്. ലളിതകുമാരി ടീച്ചർ ഉണ്ട്, ശാന്തകുമാരി ടീച്ചറുണ്ട്. അവരെല്ലാം സയൻസും ലളിതകുമാരി ടീച്ചർ മലയാളമൊക്കെ പഠിപ്പിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മനസ്സുകൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്മ വരുന്ന തരത്തിലും ഉള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം കാഴ്ചവെക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ 2ാം വീടാണ് നമ്മുടെ സ്കൂളെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതിയിലധികം സമയവും നമ്മുടെ ടീച്ചർമാരോടൊപ്പമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലവഴിക്കുന്നത്. അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളുടെ ഓരോ ചലനങ്ങളും പ്രത്യേകിച്ച് നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുകയും അവർക്ക് വളരെ നല്ല രീതിയിൽ അവരിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെ കഴിവുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുകയൊക്കെ ചെയ്യും. നമുക്കറിയാം, സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ പാഠ്യേതര വിഷയങ്ങളിലേക്ക് ഊന്നിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഭാഷോത്സവം, പഠനോത്സവം, ഇപ്പം മികവ് എന്ന് പറയുന്ന പരിപാടികളെല്ലാം തന്നെ കണ്ടെത്തി നടത്തി വരികയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് പഠനോത്സവമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പൊതുസമൂഹത്തിലേക്ക് നൽകുന്നത്, അതായത് കുഞ്ഞുങ്ങൾ എന്തോരം കഴിവുകൾ ആർജിച്ചിട്ടുണ്ടോ ആ കഴിവുകളെയൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പഠനോത്സവം സംഘടിപ്പിച്ച് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എല്ലാ സ്കൂളുകളുടെയും ഭൗതിക സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെട്ട തരത്തിൽ വരുമ്പോൾ അത്തരത്തിൽ തന്നെ മെച്ചപ്പെട്ടതാകണം നമ്മുടെ വിദ്യാഭ്യാസം എന്ന സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇത്തരത്തിലുള്ള പാഠ്യേതര വിഷയങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കുകയും അവരുടെ കഴിവുകൾ ആർജിച്ചെടുക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മുടെ അധ്യാപകരിൽ നിന്ന് അവർക്ക് ലഭിക്കുകയും അവരതിനനുസരിച്ച് മുന്നേറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം പറയുകയുണ്ടായി, നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിലും കായിക മത്സരങ്ങളിലും എല്ലാം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ മികവാർന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്നത്തെ ഈ സായം സന്ധ്യ വളരെ സന്തോഷം നിറഞ്ഞാണ്. അമ്പിളി ടീച്ചറിനും ഗിരിജ ടീച്ചറും ഒക്കെ ഇനി വരാൻ പോകുന്ന അവരുടെ ഏറ്റവും നല്ല സമയങ്ങളെല്ലാം തന്നെ കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിച്ചുകൊണ്ട് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല കുഞ്ഞുങ്ങളാക്കി വളർത്തുകയും സമൂഹത്തിന് ഉത്തമ പൗരന്മാരാക്കി വളർത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇനിയുള്ള കാലം നല്ല
രീതിയിൽ അവർക്ക് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി ചിലവഴിക്കാനും കഴിയട്ടെ. അതുപോലെ തന്നെ കുറേ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്കൊക്കെ ഒരുപാട് മൂഡൗട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് കുറേ നാളുകൾ, അതായത് ദിവസവും നമ്മുടെ ദിനചര്യകളിൽ ദിവസവും രാവിലെ നമ്മൾ ഒരുങ്ങി നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്തുകയും തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വീട്ടിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുക എന്ന് ഉള്ളൊരു സാഹചര്യം വരുമ്പോൾ അത് മാനസികമായി കുറേയേറെ വിഷമതകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിൽ നിന്നൊക്കെ ഉപരി ഏത് രംഗത്തായാലും റിട്ടയർമെൻറ്റ് ജീവിതം കഴിഞ്ഞ് തന്നെ ആരോഗ്യപരമായും മാനസികപരമായ ഉല്ലാസമൊക്കെ ഉണ്ടാകുന്നതിനായിട്ട് മറ്റ് പൊതുപ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇറങ്ങണം. ഇറങ്ങുന്നതിലൂടെ മനസ്സിന് സന്തോഷവും ഒക്കെ ലഭിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല 2 ടീച്ചർമാരായിരുന്നു. എനിക്ക് സഹോദരങ്ങളെ പോലെ തന്നെ പെരുമാറാനും ഇടപഴകാനും ഒക്കെ അവസരം കിട്ടിയതാണ്. അപ്പം എല്ലാവിധ ആശംസകളും ഭാവി ജീവിതത്തിലേക്ക് നേർന്നു. നല്ല ഒരു ജീവിതം നയിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജയശ്രീ ടീച്ചറുണ്ട്, എന്നും കാണും. ടീച്ചറും അതുപോലെ തന്നെയാണ്. ടീച്ചർ 2-3 വർഷത്തിന് മുമ്പ് റിട്ടയർ ആയതാണ്. ടീച്ചറിനെ മിക്കവാറും കാണാം. ഗിരിജ ടീച്ചറിനെയും മിക്കവാറും എന്നും കാണാൻ സാധിക്കും. അതുപോലെ അമ്പിളി ടീച്ചറിനെ അങ്ങനെ കാണാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. മറ്റുള്ളവരെ 2 പേരെയും നമുക്ക് എന്നും കാണാം. വാർഡിലുടനീളം ജനപ്രതിനിധി അല്ലെങ്കിൽ തന്നെയും ഞാനൊരു ആശാ വർക്കറാണ്. നമുക്ക് ദിവസവും അവരുടെ വീടുകളിൽ എത്തുകയും അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അടുത്തൊരു സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അമ്പിളി ടീച്ചറിനെ ഇനിയും എന്നും കാണാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു.